ഷേഖ് ഹസീനെ കഴിഞ്ഞ ദിവസം സുരക്ഷിതമായി ഗാസിയാബാദിൽ എത്തിക്കാൻ പിന്നിലുണ്ടായിരുന്നത് മോദിയുടെ വിശ്വസ്തൻ അജിത് ഡോവലിന്റെ അടിപൊളി ചരടുവലി. ദില്ലിയിൽ ഇറങ്ങും എന്ന് കണ്ണിലെണ്ണ ഒഴിച്ചിരുന്ന വ്യോമസേനയുടെ കണക്കുകൂട്ടലിനെ പാടെ തെറ്റിക്കാൻ ഡോവൽ എന്ന അത്ഭുത മനുഷ്യനെ സാധിക്കും. ഷേഖ് ഹസീനയുടെ വിമാനം ദില്ലിയിലാക്കാക്കി ബംഗ്ലാദേശിൽ നിന്നും യാത്ര ആരംഭിക്കുന്നു. ഏകദേശം വൈകുന്നേരം 5-നും 5:15-നും ഇടയിൽ ദില്ലിയിൽ ഇറങ്ങുമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ വ്യോമസേനയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് വിമാനം ബീഹാറിലെ പട്നയ്ക്ക് മുകളിൽ എത്തിയപ്പോൾ UP-യിലേക്ക് തിരിയുന്നു, അതും ഗാസിയാബാദിലേക്ക്. അവിടുത്തെ താരതമ്യേന തിരക്കില്ലാത്ത ഹിൻഡൻ വിമാനത്താവളത്തിലേക്ക് ഷേഖ് ഹസീന ആരോരും അറിയാതെ കാണാതെ സുരക്ഷിതയായി ഇറങ്ങുന്നു. അവിടെ ഷേഖ് ഹസീനയെ കാത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു, ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് സാക്ഷാൽ അജിത് ഡോവൽ. പിന്നീട് ഷേഖ് ഹസീനയും ഡോവലും തമ്മിൽ അല്പനേരം കൂടിക്കാഴ്ച. അതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിൽ, ഭാരതത്തിന്റെ കൈകളിൽ ഷേഖ് ഹസീന സുരക്ഷിതയാണ്. ഇന്ത്യയുടെ രഹസ്യ പോലീസിന്റെ മിടുക്കാണ് അവിടെ കണ്ടത്. പണ്ട് പാകിസ്ഥാനിൽ വേഷം മാറി രാജ്യത്തിന്റെ ചാരനായി തെരുവിലെ കുപ്പത്തൊട്ടിയിൽ നിന്നും ചോറ് വാരിത്തുന്ന അതേ അജിത് ഡോവൽ, അദ്ദേഹം മോദിയുടെ പദ്ധതി അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ ഇന്ത്യക്ക് വേണ്ടി ചാരപ്രവർത്തി നടത്തിയ മിടുക്കനായ ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ. അജിത് ഡോവലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓരോ ഭാരതീയനും അഭിമാനം മാത്രം. 7 വർഷം ഒരു പാകിസ്ഥാനി മുസ്ലിമിന്റെ വേഷത്തിൽ ഇന്ത്യൻ ചാരനായി അദ്ദേഹം പാകിസ്ഥാനിൽ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജെയിംസ് ബോണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. കാണ്ഡഹാറിലെ ഓപ്പറേഷൻ, സുവർണക്ഷേത്രം തകർക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമം, ഇതെല്ലാം അതിവിദഗ്ധമായി കൈകാര്യം ചെയ്ത ഈ ഉദ്യോഗസ്ഥന്റെ കരങ്ങളിൽ ഇന്നും ഇന്ത്യയുടെ രാജ്യരക്ഷ വളരെ ഭദ്രമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കിഴക്കൻ ലഡാക്കിൽ വീണ്ടും ഇന്ത്യയെ പ്രചോദിപ്പിക്കാൻ ശ്രമം നടത്തുന്ന ചൈന വളരെ സൂക്ഷിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സൈന്യത്തിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അജിത് ഡോവൽ എന്ന ബുദ്ധിരാക്ഷസനാണ്. ഒരു ചെറിയ നീക്കം കൊണ്ട് ശത്രുവിനെ കെട്ടുകെട്ടിക്കാൻ കെൽപ്പുള്ള പോരാളിയാണ് ഭാരതത്തിന്റെ അജിത് ഡോവൽ. കേരള പോലീസിലെ ഒരു ഈച്ചയെ പോലും അറിയിക്കാതെ പോപ്പുലർ ഫ്രണ്ടിനെ വേറിറക്കാൻ റെയ്ഡിന് ആസൂത്രണം ചെയ്തതിന് പിന്നിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ജെയിംസ് ബോണ്ട് അജിത് ഡോവൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിനും ഉറി സർജിക്കൽ സ്ട്രൈക്കിന് മുൻപ് നടത്തിയ അതേ രഹസ്യാത്മകതയോടെയാണ് സുരക്ഷാ ഏജൻസികളുമായുള്ള കൂടിക്കാഴ്ചകൾ നടന്നത്. ഇസ്ലാമിക നേതാക്കളുമായി കൂടിയാലോചിച്ച് 3-4 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിരുന്നു. PFI ഭീകരരെ പിടികൂടി ചോദ്യം ചെയ്യുന്നതിനും വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനുമായി വിമാനങ്ങൾ ഉൾപ്പെടെ കൃത്യസമയത്ത് സജ്ജീകരിച്ചിരുന്നു എന്നതാണ് വസ്തുത. ഈ സമയം അത്രയും ഓപ്പറേഷന്റെ മുഴുവൻ കാര്യങ്ങളും ഏകോപിപ്പിച്ചത് അജിത് ഡോവൽ എന്ന ബുദ്ധിരാക്ഷസൻ. ഈ പരിശോധന നടത്തിയ ഒരിടത്തും ഒരു ബുള്ളറ്റ് പോലും പ്രയോഗിക്കേണ്ടി വന്നില്ല. തികഞ്ഞ ആസൂത്രണ മികവ്. ഈ മികവോടെ തന്റെ തന്ത്രങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവാണ് ഡോവലിനെ ഇന്നും വാർത്തകളിൽ നിറയ്ക്കുന്നത്. ഈ അസാമാന്യ ആസൂത്രണ മികവും കർമ്മകുശലതയും കുശാഗ്ര ബുദ്ധിയുമാണ് ഇദ്ദേഹത്തെ തീവ്രവാദികളുടെ പേടി സ്വപ്നമാക്കുന്നതും പാകിസ്ഥാന്റെ കണ്ണിലെ കരടാക്കുന്നതും. ശത്രുക്കളുടെ പാളയങ്ങളിലേക്ക് നേരിട്ട് നുഴഞ്ഞുകയറി വിവരങ്ങൾ ചോർത്തുന്നതിൽ അഗ്രഗണ്യനായ ഡോവൽ 7 വർഷം പാകിസ്ഥാനിയായി പാകിസ്ഥാനിൽ ജീവിച്ച് ചാരപ്രവർത്തനം നടത്തിയ ആളാണ്. ആ 7 വർഷം കൊണ്ട് ചില ആണവ രഹസ്യങ്ങളടക്കം പാകിസ്ഥാന്റെയും ISAയുടെ പല രഹസ്യങ്ങളും ഡോവൽ ചോർത്തി. ഇതിനിടെ പാകിസ്ഥാനിലെ മർമ്മപ്രധാനമായ എല്ലാ സ്ഥലങ്ങളും കൈവെള്ളയിലെ രേഖ പോലെ ഹൃദിസ്ഥമാക്കാനും ഡോവലിന്. ഇങ്ങനെ സിനിമാ സ്റ്റൈലിൽ നടത്തിയ ചാരപ്രവൃത്തിയാണ് അദ്ദേഹത്തിനെ ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന് വിശേഷിപ്പിക്കാനുള്ള പ്രധാന കാരണം. എതിരാളികൾ ചിന്തിച്ച് നിർത്തുന്നിടത്ത് ചിന്തിച്ചു തുടങ്ങുന്ന ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധരിൽ ഒരാളാണ് അജിത് ഡോവൽ. വളരെയധികം കുശാഗ്ര ബുദ്ധിയോടെ ഏത് അപകടകരമായ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നിടത്ത് തന്നെയാണ് ഡോവലിന്റെ വിജയം. അതെ, അദ്ദേഹത്തിന്റെ മറ്റൊരു വിജയമാണ് കഴിഞ്ഞ ദിവസം ഷേഖ് ഹസീനയുടെ കാര്യത്തിലും ഭാരതം കണ്ടത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.